1939 തുടങ്ങിയിട്ടുള്ള രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നത് 1945-ലാണ്. കൃത്യമായി പറഞ്ഞാൽ 45 സെപ്റ്റംബറിലാണ്. അപ്പോൾ 1945 തന്നെയാണ് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരള രാഷ്ട്രീയത്തിൻ്റെ അച്ചുതണ്ടുമായിട്ടുള്ള പിണറായി വിജയൻ ജനിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതേ ദിവസം തന്നെയാണ്, അതായത് മെയ് 24-ാം തീയതിയാണ്. നമ്മളിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ജീവിതം ഒന്ന് വിശകലനം ചെയ്യുകയാണ്, പ്രത്യേകിച്ചും കേരളത്തിലെ പൊളിറ്റിക്സ്. ഈ കഴിഞ്ഞ ലൂസിഫറിലും എമ്പുരാനിലും ഒക്കെയുള്ള ഒരു ഡയലോഗുണ്ട്. അതായത് കഴിഞ്ഞ 25 കൊല്ലങ്ങൾ കൊണ്ട് മലയാളി മാറിയതുപോലെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയൊക്കെ രാഷ്ട്രീയം മാറിയതുപോലെ മറ്റൊന്നും മാറിയിട്ടില്ല എന്ന ഒരു കഥാപാത്രം പറയുന്നൊരു ഡയലോഗുണ്ട്. അത് ഏതാണ്ട് അത്തരത്തിൽ മാറിയ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതിനിധിയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. അദ്ദേഹം 1970-കളിൽ 25-ാമത്തെ വയസ്സിൽ കൂത്തുപറമ്പിൽ നിന്ന് MLA ആയതും പിന്നീട് അദ്ദേഹം CPM-ൻ്റെ പാർട്ടി സെക്രട്ടറി ആയതും അതിനുശേഷം 2 തവണ തുടർച്ചയായി കേരളത്തിൽ മുഖ്യമന്ത്രി ആയതുമൊക്കെ, കേരളത്തിൽ സാധാരണ സംഭവിക്കാത്ത വിധം CPM-ന് തുടർഭരണം കിട്ടിയതുമൊക്കെ പലപ്പോഴും പറഞ്ഞ് നിങ്ങളെല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും. പക്ഷേ തീർത്തും വ്യത്യസ്തമായ ചില ആംഗിളുകളിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു വ്യത്യസ്തതകളാണ്, അല്ലെങ്കിൽ വലിയ മാറ്റമാണ്. നേരത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലൊക്കെ തന്നെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയൊക്കെയാണ് ഭരിക്കുന്നത് എന്ന് പറയുന്ന സമയം വരെ ഏതാണ്ട് വ്യക്തിയാധിഷ്ഠിതമായിരുന്നില്ല രാഷ്ട്രീയം. പക്ഷേ ഇന്ദിരാഗാന്ധിയൊക്കെ ഭരിക്കുമ്പോൾ നമുക്കറിയാം, ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു അച്ചുതണ്ടിൻ്റെ ചുറ്റും ഇന്ത്യൻ രാഷ്ട്രീയം കറങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ പോലും ജയപ്രകാശ് നാരായണനെ പോലെയുള്ള മറ്റ് നിരവധി വലിയ നേതാക്കൾ ഉയർന്നു വന്നിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിനുശേഷം ഇപ്പോൾ നമുക്കറിയാം, ഏതാണ്ട് ഒരു പതിറ്റാണ്ടായി, 2014-ൽ നരേന്ദ്രമോദി അധികാരം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം നിങ്ങൾക്ക് യോജിച്ചുകൊണ്ടോ വിയോജിക്കുകയോ ചെയ്തെങ്കിൽ പോലും അവഗണിക്കാൻ കഴിയാത്ത ഒരു നേതാവായി നരേന്ദ്രമോദി ഉയർന്നു നിൽക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. ഒരു സംശയവും അക്കാര്യത്തിലില്ല. നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ചെയ്തികളോട് യോജിക്കാം വിയോജിക്കാം, അതൊക്കെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ കാര്യമാണ്. പക്ഷേ നിങ്ങൾ ഏത് പക്ഷമെടുക്കുന്നു എന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ മോദിയുടെ പക്ഷമാണോ അല്ലെങ്കിൽ എതിർത്തുള്ള പക്ഷമാണോ എന്നുള്ളൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ മോദിയാണ് അവിടുത്തെ കീ പോയിന്റ് എന്നുള്ളത് സമ്മതിക്കും. അതേപോലെ തന്നെ നമ്മുടെ മറ്റ് സ്റ്റേറ്റുകളിലുമെല്ലാം തന്നെ ഇത്തരത്തിലുള്ളൊരു പൊളിറ്റിക്സ് ഉണ്ട്. ഇപ്പോൾ ലല്ലു പ്രസാദ് യാദവ് ആണെങ്കിലും മുലായം സിംഗ് യാദവ് ആണെങ്കിലും അതിനുശേഷം നമ്മൾ നോക്കിയാൽ കുറച്ചുകൂടി ഒരു വ്യക്തിപരമായ, അതായത് പാർട്ടികളെക്കാൾ ഉപരി ഒരു പേഴ്സൺ സെൻട്രിക് ആയിട്ടുള്ള ഒരു വലിയ വ്യത്യാസങ്ങളുണ്ടായി. ആ വ്യത്യാസങ്ങളുടെ ഭാഗമായിട്ടാണ് നമുക്കറിയാം DMK-യിൽ സ്റ്റാലിൻ വരുന്നത്, അതുപോലെ തന്നെ മമതാ ബാനർജി ഉദയം ചെയ്യുന്നത്, നവീൻ പട്നായിക് ഉദയം ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ ഉണ്ടായി. അപ്പോൾ അതേപോലെ കരുത്തരായിട്ടുള്ള പല നേതാക്കളും സ്റ്റേറ്റിലും ഉണ്ടാവുകയും ഏതാണ്ട് മോദിയൊക്കെ ചെയ്തതുപോലെ തന്നെ ഭരിക്കുമ്പോൾ തന്നെ മറ്റു മന്ത്രിമാരൊക്കെ തന്നെ നിഷ്പ്രഭരാവുകയും മോദി എന്ന് പറയുന്ന ഒരു അധികാര കേന്ദ്രം ഉയർന്നു നിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ഏതാണ്ട് അതിൻ്റെ തന്നെ ഒരു ടിപ്പിക്കലായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡിറ്റോയാണ് പിണറായി വിജയൻ്റെ കാര്യത്തിലുമൊക്കെ തന്നെ നമ്മൾ കാണുന്നത്. അത് മറ്റ് സ്റ്റേറ്റുകളിലുമൊക്കെ ഉണ്ട്. കേരളത്തിൽ അത് ഏറ്റവും ഫലപ്രദമായി കൊണ്ടാടിയിട്ടുള്ളത് പിണറായി വിജയനാണ്. ഈ പിണറായി വിജയൻ ഇങ്ങനെ ആകാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം മാറിയ ഇന്ത്യൻ കേരള രാഷ്ട്രീയം കൂടിയാണ് എന്നുള്ളത് നമ്മൾ മറന്നുകൂടാ. ഇന്ത്യൻ രാഷ്ട്രീയം മാറുമ്പോൾ സ്വാഭാവികമായിട്ടും കേരള രാഷ്ട്രീയത്തിലും വലിയ മാറ്റങ്ങൾ വരും. ഇതിൻ്റെ ഏറ്റവും പ്രബലമായ കാര്യമെന്ന് പറയുന്നത്, നമുക്കറിയാം പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആകുന്നു, കൈരളി ചാനൽ ആരംഭിക്കുന്നു. ചാനൽ ആരംഭിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ തന്നെ അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ പോയി വലിയ രീതിയിലുള്ള വിഭവ സമാഹരണം അതിനുവേണ്ടി നടത്തുന്നു. അത്തരത്തിൽ വലിയ നേതാക്കന്മാരുമായിട്ട് വലിയ തോതിലുള്ള ബന്ധമുണ്ടാകുന്നു. അദ്ദേഹത്തിൻ്റെ ചില യാത്രകളിൽ നമുക്കറിയാം, വിവാദമായിട്ടുള്ള ചില യാത്രകളിൽ തന്നെ ചെന്നൈയിൽ പോയി അവിടുത്തെ ഒരു വലിയ വ്യവസായിയുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ അവരുടെ സൗഹൃദത്തിൻ്റെ പേരിൽ താമസിക്കുകയും അദ്ദേഹം ഡൽഹിയിലേക്ക് പോവുകയും ഒക്കെ ചെയ്ത ഒരു ഘട്ടത്തിലാണ്, നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും, അദ്ദേഹത്തിൻ്റെ ബാഗിൽ നിന്നും വെടിയുണ്ട കണ്ടെടുക്കുന്നത് പോലും. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും, പല ലാവ്ലിൻ കേസുകളൊക്കെ ഉണ്ടായിട്ടും, ഇന്ന് മഹാമേരുവായി കേരള രാഷ്ട്രീയത്തിൻ്റെ അജണ്ടകൾ തീരുമാനിക്കുന്ന ഒരാളായി പിണറായി വിജയൻ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതെങ്ങനെ സാധ്യമാകുന്നു എന്ന് ചോദിച്ചാൽ, ആ സാധ്യമാകലിന് ഞാൻ മറ്റൊരു സെഗ്മെൻറ്റിലേക്ക് കൂടി നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അത് ഈ അടുത്തിടെ പുറത്തേക്ക് വന്നിട്ടുള്ള കൈരളിയുടെ MD ആയിരുന്ന ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അൺഫിൽറ്റേഡ് ബൈ സാംഡിഷ് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ. അത് വളരെ ചിരിച്ച് രസകരമായി നടന്നൊരു ഇൻ്റർവ്യൂ ആണ്. നേരത്തെ അദ്ദേഹം സീതാറാം യെച്ചൂരി ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, ഈ സന്ദേശ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഇത്തവണ
ജോൺ ബ്രിട്ടാസാണ് അതിൽ പങ്കെടുത്തിട്ടുള്ളത്. 3 ദിവസമേ ആയിട്ടുള്ളൂ ആ ഇൻ്റർവ്യൂ പുറത്തേക്ക് വന്നിട്ട്. ആ 3 ദിവസം കൊണ്ട് തന്നെ 4,75,943 പേർ കണ്ടു കഴിഞ്ഞു. അതായത് ഏതാണ്ട് ഇന്ന് 24-ാം തീയതി 4 മണിക്ക് തന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അത്രയും പേര് ഇത് കണ്ടു കഴിഞ്ഞു. 15,000 പേരിലധികം അതിൽ ലൈക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറയണം. കൂടാതെ 1,500 പേർ അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂവിൽ ജോൺ ബ്രിട്ടാസ് പറഞ്ഞ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയാണ് പിണറായി വിജയനെയും നരേന്ദ്രമോദിയെയും പോലെയുള്ള നേതാക്കളൊക്കെ ഉണ്ടാക്കിയെടുത്ത് പ്രത്യേകിച്ചും കേരള രാഷ്ട്രീയത്തിലേക്ക് പിണറായി വിജയനൊക്കെ പ്രതിഷ്ഠിച്ചത് എന്നുള്ളത് നമ്മൾ മറന്നുകൂടാ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ ഇൻ്റർവ്യൂവിൽ വളരെ രസകരമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. 1 മണിക്കൂറിനകത്തുള്ള ഇൻ്റർവ്യൂ ആണ്. അതിൽ അതേ ഈ ജോൺ ബ്രിട്ടാസ് നിരവധി പേരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടെന്നും അതിൽ വെള്ളാപ്പള്ളി നടേശനാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗസ്റ്റ് എന്നും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ആ വെള്ളാപ്പള്ളി നടേശനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗസ്റ്റ്, കാരണം അദ്ദേഹം ഉള്ളു തുറന്ന് വളരെ ഓപ്പണായി സംസാരിക്കും. എനിക്കൊക്കെ അനുഭവം ഉള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും അത് പറയുന്നതിൻ്റെ പിന്നിൽ പോലും ചില രാഷ്ട്രീയ ഉദ്ദേശങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഏറ്റവും ടഫായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവർ ചെയ്യേണ്ടി വന്നത് ആരെയാണ് എന്നുള്ളത് സാംജിഷ് അതിനകത്ത് ചോദിക്കുന്നുണ്ട്. ചോദിക്കുമ്പോൾ ജോൺ ബ്രിട്ടാസ് പറയുന്നത് അത് AR റഹ്മാനെ ആയിരുന്നു. കാരണം ഒരു വലിയ സെൻറ്റൻസോടുകൂടി 3-4-5 സെൻറ്റൻസോടുകൂടി ഒരു പാരഗ്രാഫുമായിട്ടൊരു ചോദ്യം ചെല്ലുമ്പോൾ അദ്ദേഹം വളരെ സിമ്പിളായി ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ 2 വാക്കിൽ അതിന് ഉത്തരം പറഞ്ഞു തീർക്കും. ഇറ്റ് വാസ് സോ ടഫ്. 45 മിനിറ്റുള്ള ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ജോൺ ബ്രിട്ടാസ് ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഇതൊന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൂടിയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് ഉയർത്തെഴുന്നേൽക്കാൻ കാരണം, അല്ലെങ്കിൽ വലിയ തോതിൽ ഇവിടെ അപ്രമാദിത്വം കിട്ടാനുള്ള കാരണം. അത് 35-ാമത്തെ മിനിറ്റിന് ശേഷം സ്വയം വിമർശനപരമായി ഞാൻ കൺഫസ് ചെയ്തുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയട്ടെ എന്ന് പറഞ്ഞ് ജോൺ ബ്രിട്ടാസ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്. ആ വാചകം ഇതാണ്: ഏത് പൊളിറ്റിക്സ് ആണെങ്കിലും, ഇൻ ഓർഡർ ടു സർവൈവ് ഇൻ പൊളിറ്റിക്സ്, ഏത് തരത്തിലുള്ള പൊളിറ്റിക്സ് ആണെങ്കിലും, ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും, ഇപ്പോൾ ഇന്ത്യയിൽ രാഷ്ട്രീയം നടത്തണമെങ്കിൽ 2 വലിയ കാര്യങ്ങൾ വേണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ 2 വലിയ കാര്യങ്ങളിലൊന്ന് അദ്ദേഹം പറയുന്നത്, ഒന്ന് മസിൽ പവറും അതുപോലെ തന്നെ മണി പവറും ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു രാഷ്ട്രീയത്തിലാണെങ്കിലും ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയൂ. അതല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സാംജിഷ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ എത്രയാണ് ഒരു MLA ആകാൻ വേണ്ടി ഒരാൾ ചെലവഴിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം ജോൺ ബ്രിട്ടാസ് പറഞ്ഞില്ല. കാരണം ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വലിയ തോതിൽ കുരുക്കിലേക്കാകും എന്നറിയാവുന്നതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഇപ്പോൾ 30-40 ലക്ഷം രൂപയാണല്ലോ എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിനേക്കാൾ ഒരുപാട് കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപ കൂടുതലായി ചെലവഴിക്കേണ്ടി വരും എന്നും, അത്തരത്തിൽ ഒരു മണി പവർ ഉണ്ടെങ്കിലും മസിൽ പവർ ഉണ്ടെങ്കിലും മാത്രമേ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നും, അങ്ങനെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കൂടി വേണമെന്നും കൺഫസ് ചെയ്യുന്ന ഒരു ജോൺ ബ്രിട്ടാസിനെ കാണുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് കേരള രാഷ്ട്രീയത്തിലേക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുമൊക്കെ ഈ മണി പവറും മസിൽ പവറിൻ്റെയൊക്കെ പ്രാധാന്യം എത്രത്തോളം കൂടിയിരിക്കുന്നു എന്ന് നമുക്കറിയാം. നേരത്തെയും അതുണ്ടായിരുന്നു, ഇപ്പോഴും അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ മണി പവറിനെയും മസിൽ പവറിനെയും കൂട്ടത്തിൽ ബുദ്ധിപരമായിട്ടുള്ള സ്ട്രാറ്റജികളെയും ഒക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന എതിരാളികൾ, അതായത് BJP പോലെ കോൺഗ്രസിനെ പോലെയുള്ള എതിരാളികൾക്ക് പോന്ന ഒരു എതിരാളിയായി കൃത്യമായി, അല്ലെങ്കിൽ അതൊക്കെല്ലാം മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരു നേതാവായി കൂടി പിണറായി വിജയൻ വളർന്നതുകൊണ്ടാണ് പാർട്ടിയിൽ അദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വം ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ CPM എന്ന് പറയുന്നത്, നമ്മളെല്ലായ്പ്പോഴും പിണറായി വിജയനെ മറ്റു പല കാര്യങ്ങൾക്കൊക്കെ വിമർശിക്കുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള മാറുന്ന ഇന്ത്യൻ സാഹചര്യങ്ങൾക്കനുസരിച്ച് CPM-നെയും സ്വന്തം പാർട്ടിയും ഒക്കെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ CPM-ന് തുടർഭരണം ഉണ്ടാകുമായിരുന്നു എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കെട്ടുറപ്പായ ഉള്ള പാർട്ടിയായി അതിന് നിലനിൽക്കാൻ കഴിയുമായിരുന്നു എന്ന് പോലും യഥാർത്ഥത്തിൽ സംശയമുണ്ട്. അതായത് BJP-യും മറ്റു പാർട്ടികളുമൊക്കെ, BJP അടക്കമുള്ള ആളുകളൊക്കെ മണി പവർ കൊണ്ടും മസിൽ പവർ കൊണ്ടും കൂടാതെ തന്ത്രപരമായ നീക്കങ്ങൾ കൊണ്ടും മാധ്യമങ്ങളിലൂടെയൊക്കെ നടത്തുന്ന വലിയ വമ്പൻ പ്രചാരണങ്ങളെയൊക്കെ തന്നെ നേരിടാൻ കഴിയുന്ന ഒരാളായി പിണറായി വിജയൻ യഥാർത്ഥത്തിൽ മാറി എന്നുള്ളതാണ് CPM രാഷ്ട്രീയത്തിലെയും ഇടതുപക്ഷത്തെയും അതുപോലെ മുഖ്യമന്ത്രിയായി തുടരുന്നതിൻ്റെയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ മാറുന്നത് കൊണ്ടും തന്ത്രപരമായ നീക്കങ്ങൾ കൊണ്ടിട്ടും എതിരാളികളെ വിഭ്രമിപ്പിക്കാൻ കഴിയുന്ന, കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹത്തിന് കൃത്യമായ സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ മാക്രോ ലെവൽ മൈക്രോ ലെവൽ പ്ലാനിങ് എങ്ങനെയാണെന്നുള്ളതെല്ലാം കൃത്യമായി ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള ആളുകളുടെ സഹായത്തോടു കൂടി കേരളത്തിൽ കൃത്യമായി നടപ്പിലാക്കിയ ഒരു നേതാവാണ് പിണറായി വിജയൻ.
അപ്പോൾ യഥാർത്ഥത്തിൽ രാഷ്ട്രീയം അങ്ങനെ മാറിയത് കൊണ്ട് പിണറായി വിജയനെ പോലെയുള്ള ഒരു നേതാവിന് വലിയ തോതിലുള്ള ആക്സെപ്റ്റൻസ് കിട്ടുകയും വി എസിനെ പോലെയും അല്ലെങ്കിൽ കുറച്ചുകൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി കെ ഗുരുദാസനെ പോലെയുമുള്ള നേതാക്കളൊക്കെ തന്നെ പാർട്ടിക്ക് അത്രത്തോളമൊന്നും ആവശ്യമില്ലാത്ത ആളുകളായി മാറുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ കാണണം. യഥാർത്ഥത്തിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മളിപ്പോൾ എമ്പുരാനാണെങ്കിലും ലൂസിഫർ ആണെങ്കിലും ഒക്കെയുള്ള സിനിമകളിൽ പറയുന്ന ചില കമൻറ്റുകൾ ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്താം. അതിൽ പറയുന്നത് കഴിഞ്ഞ 10-20 കൊല്ലങ്ങൾ കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയം മാറിയതുപോലെ മറ്റൊന്നും മാറിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ മാറിയ രാഷ്ട്രീയത്തിൻ്റെ സാധ്യതകളെ കൃത്യമായി പ്രയോജനപ്പെടുത്തി വളർന്നു വന്ന ഒരു നേതാവാണ് പിണറായി വിജയൻ. അത് തെറ്റോ ശരിയോ എന്നൊക്കെയുള്ളത് നിങ്ങൾക്കും ജനങ്ങൾക്കുമൊക്കെ തന്നെ തീരുമാനിക്കാം. പക്ഷേ തീർച്ചയായും അദ്ദേഹം അവഗണിക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി ഒരുപക്ഷെ 3.0 എന്ന് പറയുന്ന പിണറായി വിജയൻ 3.0 എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രൊപ്പഗാൻഡ മിഷണറി ഒരുപക്ഷെ BJP അഖിലേന്ത്യാ തലത്തിൽ ചെയ്യുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അതേപോലെ തന്നെ മെറ്റിക്കുലസായി മൈക്രോ ലെവൽ മാക്രോ ലെവൽ പ്ലാനിങ്ങോടുകൂടി കേരളത്തിലും ചലിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ചലിക്കാൻ തുടങ്ങിയിരിക്കുന്നതിൻ്റെ അച്ചുതണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കീ എന്ന് പറയുന്നത് ഒരു സംശയവുമില്ലാതെ പറയാം ഒരുപാട് ലീഡർഷിപ്പ് ക്വാളിറ്റികളുള്ള പിണറായി വിജയൻ എന്നുള്ള ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തോട് ഒരുപാട് കാര്യങ്ങളിൽ വിയോജിപ്പുള്ള വിമർശനം നടത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഒരൊറ്റ കാര്യം, ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള നേരത്തെ പറഞ്ഞ പുതിയ സാഹചര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ചൈനയിലൊക്കെ CPM എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അഡോപ്റ്റ് ചെയ്ത പോലെ പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്ത കൃത്യമായി അതിനോടൊപ്പം തന്നെ ഒരു ഏകാധിപത്യപരമായ ഏകശിലാത്മകമായിട്ടുള്ള ഒരു പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ തന്നെ വലിയ പങ്ക് വഹിച്ചൊരു നേതാവാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിന് ദീർഘകാലം ആയുസ്സുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കേരളം ഭരിക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് ജനങ്ങളും തീരുമാനിക്കട്ടെ.